അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബിഗ് ഗംസ് ക്യാമിയോ ചെയ്ത് പടം വേറെ ലെവലാക്കിയതും അതേപോലെ ലോ ലെവലിലേക്ക് താത്തിയതുമായ പടങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ തുടങ്ങാം. നമുക്ക് നല്ലത് പറഞ്ഞു തുടങ്ങാം. മമ്മൂട്ടിയുടെ ബെസ്റ്റ് ക്യാമിയോ എന്ന് പറയുമ്പോൾ ഹബീബിനറിയാം, വിക്ടോറിയ നമ്മുടെ സീനിയർ ആയിരുന്നു. നന്ദഗോപാൽ മാരാർ. ഫോർ മീ ഇറ്റ്സ് നരസിംഹത്തിലെ നന്ദഗോപാൽ മാരാർ. ഇന്ത്യ ടുഡേയുടെ കവർ പേജ് കാണിച്ചുള്ള ഫേസ് റിവീൽ വിത്ത് BGM. ഇത് ഹബീബ് പറഞ്ഞ പോലെ നരിയാണേ. ഇനിയാണ് ഡയറക്ടർ ബ്രില്യൻസ്. പുരനിറഞ്ഞു നിൽക്കുന്ന മോഹൻലാൽ ഫാൻസിന്റെ മുമ്പിൽ മമ്മൂട്ടിയുടെ ഫോട്ടോ കാണിച്ച അവർ കൂവും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ തൊട്ടടുത്ത സീനിൽ മമ്മൂട്ടിയുടെ ഡയലോഗ്. നിർത്തണം ഏരപ്പാളികളെ, നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. എങ്ങനെ സെറ്റല്ലേ? ഇനി നമുക്ക് ലാലേട്ടനെ നോക്കാം. മോഹൻലാലിനെ നോക്കുകയാണെങ്കിൽ മനുവങ്കൾ, മോഹൻലാൽ, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, സമ്മറിൻ ബദ്ലഹേം, കായംകുളം കൊച്ചുണ്ണിയിലെ ഇത്തിക്കരപ്പക്കി, അങ്ങനെ മാസും ക്ലാസ്സുമായ ഒത്തിരി ക്യാമിയോസ് മോഹൻലാൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി മലയാളികൾ ഇതുവരെ കാണാത്ത രീതിയിൽ മോഹൻലാലിനെ പ്രസൻറ്റ് ചെയ്തത് അങ്ങ് തമിഴ് സിനിമയിൽ ജയിലർ എന്ന പടത്തിലാണ്. നെൽസന് ഒരു വലിയ നന്ദി. താങ്ക് യു നെൽസൺ ഫോർ ഗിവിംഗ് അസ് ലാലേട്ടൻ ടു സെലിബ്രേറ്റ്. ഇതിലെ ഇൻട്രോ സീനും ഇൻട്രസ്റ്റിംഗ് ആണ്. 3 പേരെ പഞ്ഞിക്കിട്ടോണ്ടിരിക്കുന്ന ലാലേട്ടൻ, അടുത്ത അടി വാങ്ങാൻ നിൽക്കുന്നവൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള ഫേസ് റിവീൽ. ഇനി നമുക്ക് വേഴ്സ്റ്റ് ക്യാമിയോസ് സെക്ഷനിലേക്ക് പോകാം. മമ്മൂട്ടിയുടെ വേസ്റ്റ് ക്യാമിയോ എന്ന് പറയുമ്പോൾ ചത്തപ്പച്ച. അതുവരെ നല്ല രീതിയിൽ പടം പോയിക്കൊണ്ടിരുന്നതാണ്. മമ്മൂട്ടിയുടെ ക്യാമിയോയ്ക്ക് ശേഷം പടം താഴോട്ട് പോകും. പക്ഷെ ഞാൻ ചത്തപ്പച്ചയുടെ റിവ്യൂവിൽ മമ്മൂട്ടി നന്നായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിന് കാരണം ഇതൊരു റെസ്ലിംഗ് പടമാണ്. ചത്തപ്പച്ച എന്ന മൂവീനെ കുറിച്ച് എനിക്ക് ഹൈ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ മമ്മൂട്ടി ഒരു റെസ്ലറായിട്ട് വരുന്നതിൽ എനിക്ക് എക്സ്പെക്റ്റേഷൻ തീരെ ലോ ആയിരുന്നു. കാരണം പണ്ട് മുതലേ ഫൈറ്റ് സീൻസിൽ മമ്മൂട്ടിയുടെ പെർഫോമൻസ് ശോകമാണ്. പിന്നെ ഇപ്പോൾ പുള്ളിയുടെ പ്രായവും നമ്മൾ പരിഗണിക്കണമല്ലോ. പിന്നെ പുള്ളിയുടെ സ്ഥിരം പരിപാടിയാണ് അവിടുത്തെ സ്ലാങ് പിടിക്കൽ. അതും പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു, ഞാനത് എക്സ്പെക്റ്റ് ചെയ്തതാണ്. പക്ഷെ പടം കാണാൻ വന്ന ഭൂരിപക്ഷം പേരും മമ്മൂട്ടിയിൽ നിന്ന് വേറെ എന്തൊക്കെയോ എക്സ്പെക്റ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓഫ് കോഴ്സ് കോസ്റ്റ്യൂം നല്ല ബോറായിരുന്നു. മമ്മൂട്ടിക്ക് പകരം ആ റോള് ചെയ്തിരുന്നത് മോഹൻലാലായിരുന്നെങ്കിലെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം 1, പുള്ളി പഴയ റെസ്ലിംഗ് ചാമ്പ്യനാണ്. 2, ഫൈറ്റ് സീക്വൻസിൽ മോഹൻലാലിൻ്റെ പെർഫോമൻസ് എപ്പോഴും വേറെ ലെവൽ തന്നെയാണ്. ഇനി മോഹൻലാലിൻ്റെ വേസ്റ്റ് ക്യാമിയോ എന്ന് പറയുമ്പോൾ കൂതറ സിനിമയിലെ ഉസ്താദ് സാലി. നല്ല കൂതറ ലുക്കും അതുപോലെ ഓഞ്ഞ ക്യാരക്ടറും. മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും ഇതുപോലെ ക്യാമിയോ ചെയ്യുന്നത് ആ പടത്തിന് ഒരു സപ്പോർട്ട് കിട്ടാനും നല്ലൊരു ഓപ്പണിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ ഈ പടത്തിലെ ക്യാരക്ടറിനെ കുറിച്ച് കേട്ടിട്ട് പുള്ളി എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായില്ല. സാധാരണ പടങ്ങളിൽ നായകന്മാരെ സപ്പോർട്ട് ചെയ്യാനാണ് ക്യാമിയോ ആയിട്ട് സൂപ്പർ സ്റ്റാർസ് വരാറുണ്ടെങ്കിൽ ഇതിൽ ഓൾമോസ്റ്റ് ഒരു വില്ലൻ റോളാണ് മോഹൻലാലിന്. മോഹൻലാലിൽ വരുന്നതിന് മുമ്പ് കോളേജ് ലൈഫും അവിടുത്തെ തമാശകളൊക്കെ ആയിട്ട് പടം നല്ല ഫണ്ണായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. മോഹൻലാൽ വന്നതിന് ശേഷം വേറെ എന്തൊക്കെയോ ഒക്കെയാണ് ആ പടത്തിൽ കാണിക്കുന്നത്. പടത്തിൻ്റെ അവസാനം പറഞ്ഞു വെക്കുന്നത് മോഹൻലാൽ ഒരു മത്സ്യകന്യകൻ ആണെന്നാണ്. അപ്പോൾ ദാറ്റ് വാസ് ദി വീഡിയോ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ ക്യാമിയോസ് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.